ഒന്ന് മാലിന്യ നീക്കത്തിൽ, ഒന്ന് അങ്കണവാടിയിലെ ഭക്ഷ്യവിഷബാധയിൽ. മറ്റൊരു വാർത്തയിലേക്ക്. കർണാടകയിലെ ബെലഗാവിയിൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറി. 9 അയ്യപ്പ ഭക്തർക്ക് പൊള്ളലേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ഹുബ്ബള്ളി കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ട് നിറയ്ക്കുന്നതിനായി തയ്യാറാക്കിയ പന്തലിന് സമീപം സൂക്ഷിച്ച പാചകവാതക സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. നദീറ AP നമുക്കൊപ്പം ചേരുന്നു. നദീറ, പാചകവാതക സിലിണ്ടർ എങ്ങനെയാണ് ഈ കെട്ട് നിറയ്ക്കുന്ന ഇടത്ത് വന്നത്? തൊട്ടടുത്ത് പാചകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് വിവരങ്ങൾ? സുജയ, ഇത് താൽക്കാലികമായി തയ്യാറാക്കിയ ഒരു ഇടമായിരുന്നു. അതിന്റെ പരിസരത്ത് സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിന് നേരത്തെ ലീക്ക് ഉണ്ടായിരുന്നു. ഇതുമൂലം അവിടെ പൂജയ്ക്കായി ദീപം തെളിച്ചപ്പോഴാണ് വലിയ രീതിയിൽ ഒരു സ്ഫോടനം ഉണ്ടായത്. അങ്ങനെ അയ്യപ്പ ഭക്തരായ 9 പേർക്ക് പരിക്കേൽക്കുകയായിരുന്നു. 3 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ ഹുബ്ബള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ ഇന്ന് സന്നിധാനത്തേക്ക് തിരിക്കാനുള്ളവരായിരുന്നു. അതിന്റെ ആദ്യപടിയായുള്ള ഇരുമുടിക്കെട്ട് നിറക്കുന്ന ചടങ്ങായിരുന്നു. ഇവരുടെ വീടിന് പരിസരത്തുള്ള 9 പേർ ഒരുമിച്ചാണ് പോകുന്നത്. ഇവരുടെ വീടിന് പരിസരത്തുള്ള ഒരു താൽക്കാലിക സ്ഥലത്ത് ശബരിമല സന്നിധാനത്തിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ ഒരു പന്തലായിരുന്നു. ഈ പന്തലാണ് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ 9 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ്. നല്ല പൊള്ളലാണ് ഇവർക്കേറ്റിരിക്കുന്നത്. ഇവരെയെല്ലാം കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹുബ്ബള്ളിയിൽ എല്ലാവരും ചികിത്സ തുടരുകയാണ്. ഈ 3 പേരുടെ നില ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ പരിക്ക് അത്രയ്ക്ക് ഗുരുതരമല്ല. എങ്കിലും എല്ലാവർക്കും 50% മുകളിൽ പൊള്ളലേറ്റ അവസ്ഥയുമാണുള്ളത്. എന്തായാലും പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതു രീതിയിലാണ് ഇങ്ങനെ പാചക സിലിണ്ടർ ഇതിന് വശത്ത് എത്തിയത്, ഈ സ്ഥലത്ത് എത്തിയതെന്നും എങ്ങനെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നതും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ബെലഗാവി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുജയ.